ഞാൻ പ്രോട്ടീനെ പറ്റി പറയുന്ന പല വീഡിയോസിന്റെ അണ്ടറിലും വരുന്ന കമന്റ് ആണ് ഇത്. പ്രോട്ടീൻ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന്. ഈ മിക്ക ആളുകളും പ്രോട്ടീൻ എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോൾ യൂഷ്വലി അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് പ്രോട്ടീൻ പൗഡേഴ്സ് ആണ്. ബട്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ മാത്രമാണോ? അല്ല. പ്രോട്ടീൻ ഒരു ന്യൂട്രിയന്റ് ആണ്. ഇഷ്ടം പോലെ അഫോർഡബിൾ ആയ ഹോൾ ഫുഡ്സിൽ ഉള്ള ഒരു ന്യൂട്രിയന്റ്. നമ്മുടെ ബോഡിക്ക് വേണ്ടത് പ്രോട്ടീൻ ചെയിനിലുള്ള അമിനോ ആസിഡ്സ് ആണ്. അത് വലിയ ബ്രാൻഡിന്റെ പ്രോട്ടീൻ പൗഡറിൽ നിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. മുട്ടയിൽ നിന്നും, ചിക്കനിൽ നിന്നും, ഫിഷിൽ നിന്നും, മീറ്റിൽ നിന്നും ഒക്കെ ഉള്ള അമിനോ ആസിഡ്സ് മതി. 1 കിലോയ്ക്ക് 1 ഗ്രാം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തി ഒരു ദിവസം 10 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60 ഗ്രാം പ്രോട്ടീനായി. 10 മുട്ടയ്ക്ക് 7 രൂപ വെച്ച് കൂട്ടിയാൽ 70 രൂപയാണ് ആവുന്നുള്ളൂ ഒരു ദിവസം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. 10 മുട്ട ഒന്നും എല്ലാവർക്കും ഒരു ദിവസം കഴിക്കാൻ പറ്റണമെന്നില്ല. ഒരു 3-4 മുട്ടയും ബാക്കി വേറെ പ്രോട്ടീൻ സോഴ്സും എടുത്താൽ മതി. സപ്ലിമെന്റ്സിനേക്കാൾ ചീപ്പർ എപ്പോഴും ഹോൾ ഫുഡ്സിൽ നിന്നുള്ള പ്രോട്ടീൻ തന്നെയാണ്. സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവീനിയന്റ് ഓപ്ഷൻ മാത്രമാണ്. ഫുഡ് ആവുമ്പോൾ കുക്ക് ചെയ്യണം. പ്രോട്ടീൻ പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ടൈം ലാഭമാണ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി ഹോൾ ഫുഡ്സിന് തന്നെയാണ്. ഈ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, അല്ലാതെ ഇതൊരു പ്രോപ്പഗാൻഡ ഒന്നുമല്ല.